സെൽവ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓണ വിഭവം തന്നെ, ഉപ്പേരി തന്നെ ആയിക്കോട്ടെ നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഉപ്പേരിയുടെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ അതിനുള്ളത് കായൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കാ പൊളിച്ചിടാൻ വേണ്ടിയുള്ള വെള്ളമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാടെ കറയൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ വെള്ളത്തിലേക്കാണ് നമ്മളപ്പോൾ ഇനിയിപ്പം കാ പൊളിച്ചിടുന്നത്. ഇത് നമ്മുടെ കാ പൊളിക്കാൻ പോവാണ്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പൊളിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അടത്തിയെടുക്കണം. ഇങ്ങനെ കൈകൊണ്ട് പൊളിക്കുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ കയറാൻ നോക്കണേ. കയറിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും വേദന എടുക്കും. അല്ലെങ്കിൽ ചെറിയ കത്തി ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ അടത്തിയെടുത്താൽ മതിയേ. ഇതേപോലെയാണ് നമ്മൾ പൊളിച്ചെടുക്കുന്നത്. എന്നിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് കറയൊന്ന് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉപ്പും മഞ്ഞളിനകത്ത് ഇടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തും കൂടെ വെച്ച് പൊളിച്ചെടുക്കട്ടെ. ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ കായെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്, പൊളിച്ച് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അമ്മച്ചി ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇത് ഈ കാടെ പുറത്ത് പൊങ്ങി നിൽക്കുന്ന ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചുരണ്ടി ഇതുപോലെ കളയും. ഇതുപോലെ അങ്ങ് കളയും. ഈ തൊലി ഉണ്ടല്ലോ, നമ്മൾ വേസ്റ്റാക്കി കളയണ്ട. ഇതിപ്പോൾ കുറച്ചുള്ളത് കൊണ്ട് ഞാൻ ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇത് തോരൻ വെക്കാം, മെഴുക്കുവരട്ടി വെക്കാം. തോരൻ വെക്കുമ്പോൾ പയറിട്ട് വെക്കാം, ഒന്നും കൂടെ നല്ലതായിരിക്കും. അങ്ങനെ നല്ലതാണ് ഈ തൊലിയെ. പിന്നെ ഇപ്പോൾ കായെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അരിഞ്ഞെടുക്കാവേ. ഇപ്പം നമ്മുടെ കായെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി നമ്മളിത് ഈ അരിപ്പ പാത്രത്തിലോട്ട് എടുത്ത് വെക്കാൻ പോവാണ്. ഇത് വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം ഒരു നല്ലൊരു തുണി കൊണ്ട് നമ്മൾ ഈ കായെല്ലാം ഒന്ന് വെള്ളമെല്ലാം ഒന്ന് തുടച്ചൊന്ന് എടുക്കുകയാണ്. നമ്മൾ മഞ്ഞളും ഉപ്പിനകത്ത് ഇട്ട് വെള്ളത്തിനകത്ത് ഇട്ടത് കൊണ്ടേ ഇതിനിപ്പം വെള്ളത്തിൽ നിന്ന് മാറ്റിയാലും ഇത് കറക്കത്തില്ല കേട്ടോ. ഇങ്ങനെ തുടച്ച് വെച്ചാലും അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം നമ്മളിത് ഉപ്പേരി വറക്കാനുള്ള എണ്ണയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. എന്നാന്ന് വെച്ചാൽ ഇത് അരിഞ്ഞ ഉടനെ നമുക്കിതിലേക്ക് ഇടണമല്ലോ, അതുകൊണ്ടാണ് എണ്ണ ആദ്യം അടുപ്പത്ത് വെച്ചത്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ കലക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടാകുന്ന സമയത്ത് ഇതേ അമ്മച്ചി ഇവിടെ കാ അരിഞ്ഞെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല കറക്റ്റായിട്ട് അമ്മച്ചി കൈ കൊണ്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. മറ്റേ ബ്ലേഡ് പോലെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചീകി എടുത്താലും മതി. അമ്മച്ചിക്ക് ഇതാ വശം. കണ്ടോ, അപ്പോൾ എണ്ണ ഇവിടെ ചൂടാകുമ്പോൾ നമ്മളിവിടെ ഇവിടെ അരിഞ്ഞു എടുക്കാവേ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമുക്ക് മഞ്ഞളും ഉപ്പും കലക്കിയതാണ് ഊറ്റി കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഊറ്റിയാൽ മതി. ഇനി എണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിപ്സ് ഇട്ട് കൊടുക്കാവേ. നമ്മളിപ്പോൾ 1 കിലോ എണ്ണയാണ് ഊറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 കായാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. നമ്മൾ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടി ചേർത്ത് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവേ. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത അരിഞ്ഞു വെക്കാം. ഇത് അമ്മച്ചി ഇവിടെ അടുത്ത അരിയുന്നുണ്ട്. നമ്മുടെ ചിപ്സൊക്കെ ഒന്ന് പകുതി മൂപ്പായിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, കുറച്ചുകൂടെ ആകണം.
നമ്മളിത് ചിപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വേറെ ഒന്നുമില്ല. ഞാൻ കുട്ടോടെ മോണി വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ വിളിച്ചിട്ടുണ്ടെന്നേ. കുട്ടോടെ ഫോൺ അമ്മച്ചിക്ക് ഇടയ്ക്ക് ഫോൺ വന്നതുകൊണ്ട് അമ്മച്ചിയുടെ അനിയത്തിയുടെ ആ സംഭാഷണത്തിലായിരുന്നു. ചിപ്സൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിത് ഒരേപോലെ അരിഞ്ഞെടുത്തത് കൊണ്ട് ഒരു മൂപ്പായിട്ടുണ്ട്. കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം. അടുത്ത ഇടുന്നതിന് മുമ്പും ശകലം നമ്മൾ മഞ്ഞൾ ഉപ്പും കൂടെ ഉള്ള വെള്ളം ഊറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട് നമ്മൾ ആ മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചത് കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ. അരിഞ്ഞ് വെച്ചാൽ നമുക്കിത് അരിഞ്ഞ് വെക്കാൻ പറ്റും. ആദ്യം ഒന്ന് ജസ്റ്റ് ഇളക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഉടനെ ഇളക്കല്ലേ. ഇത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് ചിപ്സൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് കാണിക്കാവേ. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ചിപ്സും വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ ഒന്ന് കോരി മാറ്റാം നമുക്ക്. ഇത് നമ്മുടെ ചിപ്സ് എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലൊരു കാ വറുത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം സദ്യയ്ക്ക് വിളമ്പാനുള്ള നമ്മുടെ കാ വറുത്തതുമായി. ഇനി അപ്പം നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.